നമുക്ക് ചെറിയൊരു റോഡ് ട്രിപ്പ് പോവാമേ. ഇന്ന് അത്യാവശ്യം നല്ല ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന വീട്. അങ്ങനെ മബലയിൽ നിന്ന് യാത്ര തിരിച്ചു. ഇപ്പോൾ എക്സ്പ്രസ് ഹൈവേ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട് പോലെ ഒരു 3-4 മാസം മഴ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഈ ഒമാൻ വന്നിട്ട് നമ്മുടെ കേരളത്തിനേക്കാളും സുന്ദരിയായനെ. കാരണം വേറൊന്നുമല്ല കേട്ടോ, നിങ്ങൾ കണ്ടു നോക്കൂ, എവിടെ നോക്കിയാലും ഈ മലനിരകളാണ് കേട്ടോ. അപ്പോൾ മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പും മരങ്ങളും ഒക്കെ ആയിട്ട് നന്നായിട്ട് വരുമ്പോഴേക്കും ഈ ഒരു കൺട്രി വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയനെ. ശരിക്കും ചിലപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി ഒമാനായി മാറിയനെ. പക്ഷേ എന്തോ ഭാഗ്യത്തിന് നമുക്കാണ് കേട്ടോ ആ ഒരു ഭാഗ്യം ലഭിച്ചത്. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് കേട്ടോ മാൾ ഓഫ് ഒമാൻ. ഇവിടുത്തെ ഏറ്റവും വലിയ മാളാണ് ഈ ഒരു മാള് വന്നിട്ട്. അപ്പോൾ ഒരു ദിവസം നമുക്ക് അവിടെ കൂടി എക്സ്പ്ലോർ ചെയ്യാമേ. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാണ് കേട്ടോ നമ്മൾ അമറാത്തിലേക്ക് പോകുന്നത്. ഈ ഫ്രണ്ടിൽ കാണുന്ന മലയില്ലേ, ആ മല കയറി വേണം നമ്മൾക്ക് അമറാത്ത് പോകാനായിട്ട്. രാത്രി കാണുമ്പോൾ ശരിക്കും ഈ ഒരു മലയും കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ രാത്രിയിൽ കാണുന്ന ഭംഗിയായിരിക്കില്ല പകൽ കാണുമ്പോൾ. പകൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങളെല്ലാം കാണാം, പക്ഷെ രാത്രിയിൽ ഈ കടലൊന്നും നമുക്ക് വിസിബിൾ ആവില്ല. അപ്പോൾ ഈ ദൂരെ കാണുന്നതാണ് കേട്ടോ കടൽ വന്നിട്ട്. നമ്മൾ ഹില്ല് തിരിച്ച് വരുന്ന വഴിക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ശരിക്കും കാണിച്ചു തരാം കേട്ടോ. ഇവരുടെ സ്പീഡ് ലിമിറ്റ് 40 കേട്ടോ. അപ്പോൾ അധികം സ്പീഡിൽ പോകാൻ പറ്റില്ല. അങ്ങനെ നമ്മളിതാ ഈ ഒരു മല കയറി കുറച്ചങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ചെവി അടയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കങ്ങനെയാണ്, മലകൾ കയറുമ്പോഴും മലകൾ ഇറങ്ങുമ്പോഴും എൻ്റെ ചെവി അടഞ്ഞു പോകാറുണ്ട്. എല്ലാവർക്കും അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. ആ മലയൊക്കെ കയറി നമ്മൾ ശരിക്കും അപ്പുറത്തെ സൈഡെത്തി. ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന ഈ ഒരു ഭാഗമാണ് കേട്ടോ അമറാത്ത് എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ വന്ന ആ ഒരു റോഡും ഈ ഒരു ഭാഗവും വെച്ച് നോക്കുമ്പോൾ ഇവിടെ എക്സ്ട്രീം ചൂടാണ് കേട്ടോ. അധികം പച്ചപ്പോ കാര്യങ്ങളോ ഒന്നും കാണാനായിട്ട് ഈ ഒരു ഭാഗത്തില്ല. ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ വരുന്നത് പൊടിക്കാറ്റ് പോലെ എന്തോ ആണ് കേട്ടോ. എന്തോ അല്ല, ശരിക്കും പൊടിക്കാറ്റ് തന്നെയാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. നമ്മൾ വന്ന ആ ഒരു മബല്ല ഭാഗത്തുനിന്ന് ഈ ഒരു ഭാഗത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ റൈറ്റ് സൈഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും, ചെറുതായിട്ട് പുക പോലെ ഈ പൊടി അങ്ങോട്ട് നന്നായിട്ട് പറക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അമറാത്ത്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഈ ഒരു സ്ഥലത്തെത്തി. ഇനി നമ്മൾ നേരെ റിട്ടേൺ പോവുകയാണ് കേട്ടോ, തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ. അങ്ങനെ നമ്മൾ തിരിച്ച് മല ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് കേട്ടോ കടൽ വന്നിട്ട്. ആകാശമാണ്, ആരും തെറ്റിദ്ധരിക്കേണ്ട, അത് കടൽ തന്നെയാണ് കേട്ടോ. പിന്നെ രാത്രിയിൽ കാണുമ്പോഴേക്കും ഇവിടെ നോക്കുമ്പോൾ നല്ല വേറൊരു വൈബാണ്. കാരണം വീടുകളിൽ ആ ബിൽഡിങ്ങുകളിലും ഒക്കെ ലൈറ്റൊക്കെ ഇട്ട് വരുമ്പോൾ ശരിക്കും വേറൊരു ലോകത്തിലേക്ക് നോക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. പക്ഷെ രാത്രിയിൽ നമ്മൾക്ക് കടൽ വിസിബിൾ അല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.